എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അത് ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അത് ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ദൈവമേ നിൻ മഹാസ്നേഹമതിൻ വിധമാർക്കു ഗ്രഹിച്ചറിയാം. ദൈവമേ നിൻ മഹാസ്നേഹമതിൻ വിധമാർക്കു ഗ്രഹിച്ചറിയാം. എനിക്കാവതില്ലേ അതിനാഴമളന്നിടാൻ എത്ര ബഹുലമത്. എനിക്കാവതില്ലേ അതിനാഴമളന്നിടാൻ എത്ര ബഹുലമത്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആയിരം നാവുകളാലതു വർണ്ണിപ്പതിനെഴുതു. ആയിരം നാവുകളാലതു വർണ്ണിപ്പതിനെഴുതു. 10,000 ചൊല്ലിടുവാൻ പരില സാധ്യമഹോ. 10,000 ചൊല്ലിടുവാൻ പരില സാധ്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ നമ്മെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. നമ്മെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതെ, ദൈവത്തിന്റെ സ്നേഹം എത്ര മനോഹരമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കുന്ന പോലെ ദൈവം സൃഷ്ടിച്ച മനുഷ്യരായ നമ്മളെയും ദൈവം സ്നേഹിക്കുന്നു. കാരണം ഈ ഭൂമിയിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി പാഴായി ശൂന്യവുമായിരുന്നു. ഈ ഭൂമിയിൽ കാണുന്ന സകലവും സൃഷ്ടിച്ച നമ്മുടെ രക്ഷകനായ ദൈവം ഈ ഭൂമിയിലേക്ക് പാപം ചെയ്ത് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ പാപിയായ മനുഷ്യന്റെ സ്നേഹത്തിലൂടെ വീണ്ടും തിരിച്ച് ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവിയിലേക്ക് കൊണ്ടുവന്ന് നിത്യനരകത്തിന് യോഗ്യരായി തീർന്ന നമ്മൾ പാപം ചെയ്തത് മൂലം ആ പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് മോചിപ്പിച്ച് വീണ്ടും സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കുന്നതിന് വേണ്ടി നമ്മുടെ സൃഷ്ടാവായ ദൈവം, നമ്മളെ രക്ഷിച്ച ദൈവം നമ്മുടെ രക്ഷകനായി വീണ്ടും വന്നു. അതെ, അവനാണ് കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി യാഗമായി തീരുന്നതിന് വേണ്ടി ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് പാപികളായ മനുഷ്യരെ തേടി ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ച നമ്മളെ സൃഷ്ടാവായ ദൈവമാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഈ ലോകത്തിന്റെ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നു.
ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞവൻ ഈ വെളിച്ചമായി തന്നെയാണ് വന്നത്. മനുഷ്യനെ അന്ധകാരത്തിൽ നിന്നും പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോചിപ്പിച്ച് നിത്യജീവൻ അവകാശികളാക്കി തീർക്കുന്നതിനു വേണ്ടി പാപികളായ നമ്മളെ തേടി വന്ന നമ്മുടെ രക്ഷകൻ, അവനാണ് നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ കാണുന്നതെല്ലാം സൃഷ്ടിച്ച ദൈവം. അങ്ങനെ ഇഷ്ടം പോലെ ദൈവങ്ങൾ ഒന്നുമില്ല. ആകാശം ഒന്നല്ലേ ഉള്ളൂ, ഭൂമി ഒന്നല്ലേ ഉള്ളൂ, സൂര്യനും ഒന്നല്ലോ, ചന്ദ്രനും ഒന്നേ ഉള്ളൂ. ഇതെല്ലാം സൃഷ്ടിച്ച ജീവനുള്ള ദൈവവും ഒന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് യേശുക്രിസ്തു വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ്. വിളിച്ചാൽ വിളി കേൾക്കാത്ത ദൈവത്തിന് വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ അയാൾ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് കാര്യമുണ്ട്? എന്നതുപോലെ തന്നെ ജീവനുള്ളവനല്ലേ വിളിച്ചാൽ വിളി കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ആകാശം സൃഷ്ടിച്ച് ഭൂമിയിൽ നമുക്ക് മനുഷ്യന് ആവശ്യമായ സകലവും സൃഷ്ടിച്ച ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം, ഇന്നും വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം, ആ ദൈവം തന്നെയാണ് ഈ ലോകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഈ ലോകത്തിലേക്ക് വന്ന ദൈവം, മനുഷ്യരാശിക്ക് വേണ്ടി പാപമോചകനായി തീർന്നത്. അവനാണ് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളിലുമൂടെ ഞാൻ ദൈവമാണ് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഇത്രമാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളും മനുഷ്യരുടെ മുമ്പിൽ കാണിച്ചവൻ. അതെ, മരിച്ചിട്ട് മൂന്നിന്റെ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചവനെ ഉയർപ്പിച്ചു. അതെ, ലാസർ എന്ന പേരുള്ള ഒരു മനുഷ്യൻ, അവരുടെ 2 സഹോദരിമാരുടെ ഒരു ഭാഗം വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു കുടുംബത്തിൽ സഹോദരനും സഹോദരികളുമായി 3 പേരുണ്ടായിരുന്നു. ആ സഹോദരൻ ലാസർ മരിച്ചുപോയി എന്നുള്ള വിവരവുമായി യേശുവിന്റെ അടുക്കൽ ആളുകൾ വരുന്നു. എന്നാൽ യേശു ആ സമയത്ത് ഏതോ ഒരു സ്ഥലത്ത് കൂടി കടന്നു പോവുകയായിരുന്നു. മരിച്ചിട്ട് 4 അന്നാണ് യേശു ക്രിസ്തു ലാസർ എന്ന് പറഞ്ഞ വ്യക്തിയെ മരിച്ച വീടിന്റെ അടുത്ത് എത്തുന്നത്. ആ സഹോദരിമാർ പറയുന്നു, യേശുവെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ ലാസർ മരിക്കയില്ലായിരുന്നു. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നെ വിശ്വസിച്ചാൽ മരിച്ചവരും ജീവിക്കും. മരിച്ചവർ ജീവിക്കുമെന്ന് ദൈവം തന്നെ കാണിച്ചു കൊടുത്തു. യേശു ക്രിസ്തു ഈ ലോകത്തിൽ ലാസറിന്റെ കുഴിമാടത്തിൽ വന്നിട്ട് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞ് മരിച്ചുപോയ ലാസറിനെ ഉയർപ്പിക്കുന്ന രംഗം വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ മരിച്ചവരെ മാത്രം ഉയർപ്പിക്കുക മാത്രമല്ല യേശു ക്രിസ്തു ചെയ്തത്. അവൻ 5 അപ്പം കൊണ്ട്, അതെ, മനുഷ്യന്റെ ആവശ്യങ്ങളിൽ ഒന്നാണല്ലോ ഭക്ഷണം. ഭക്ഷണമില്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കുകയില്ലല്ലോ. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇതെല്ലാം മനുഷ്യന് അത്യാവശ്യമായ കാര്യങ്ങളാണ്. യേശുക്രിസ്തു ദൈവമാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അവൻ ഒരു സ്ഥലത്ത് ദൈവവചനം ഘോഷിച്ചുകൊണ്ടിരിക്കുന്ന രംഗം വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ സമയത്ത് 3 ദിവസമായി യേശുവിന്റെ കൂടെ നടന്ന ആളുകൾ വിശന്നിരിക്കുന്നത് ആയി യേശുവിന് മനസ്സിലായി. യേശുവിന്റെ വചനം കേൾക്കുവാൻ വേണ്ടി, യേശുവിന്റെ തിരുവായി മൊഴികൾ കേൾക്കുവാൻ വേണ്ടി യേശുവിനെ അനുഗമിച്ചിരുന്ന വലിയ ജനക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആ ജനക്കൂട്ടത്തിന് അവർ 3 ദിവസമായി എന്റെ കൂടെ ഇരുന്ന് ഈ വചനം കേൾക്കുന്നു. അവർ വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. അവർ ഇങ്ങനെ വിശന്ന് തിരിച്ചു പോയാൽ മടങ്ങി പോകുമ്പോൾ അവർക്ക് ക്ഷീണമുണ്ടാകും, അവർ വഴിയിൽ വീണു പോകുമെന്ന് കരുതിയ യേശു ആ കൂടിയിരുന്നവരുടെ കൂടെ ഒരാളുടെ കയ്യിൽ 5 അപ്പം ഉണ്ടായിരുന്നു. ആ വചനം കേൾക്കുവാൻ വന്ന, തിരുവഴി കേൾക്കുവാൻ വന്നവ ഒരാളുടെ കൈവശം 5 അപ്പം ഉണ്ടായിരുന്നു. ഈ 5 അപ്പത്തെ യേശു വാങ്ങിയിട്ട് അതിനെ ആശീർവദിച്ച് അതിനെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നു. ഈ ഭക്ഷണം വിളമ്പി കൊടുക്കുവാൻ, ഈ അപ്പം വിളമ്പി വന്നവർക്കെല്ലാം കൊടുക്കുവാൻ. അവിടെ ഏകദേശം 5000 പുരുഷന്മാരുണ്ടായിരുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവചന സത്യങ്ങൾ അതിലേക്ക് വള്ളിയെങ്കിലോ പുള്ളിയെങ്കിലോ കൂട്ടരുതെന്ന് വിശുദ്ധ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, 5000 പുരുഷന്മാർ എന്ന് വിശുദ്ധ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിലൊട്ടും കുറവ് വരില്ല എന്നുള്ള സത്യം ഞങ്ങൾ ഇവിടെ പ്രസ്താവിക്കുകയാണ്. കാരണം ദൈവത്തിനെ ആളെ കൂട്ടിയിട്ട്, ആളുടെ നമ്പർ കൂട്ടിയിട്ട് നമ്മളെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അവൻ സർവശക്തനായ ദൈവമാണല്ലോ, അവൻ നിത്യനായ ദൈവമാണല്ലോ, അവൻ സ്തുതിക്ക് യോഗ്യനായ ദൈവമാണല്ലോ. അവനാണല്ലോ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, അവനാണല്ലോ ആകാശത്തെ മെനഞ്ഞവൻ,
അവനാണല്ലോ ഭൂമിയിൽ സൂര്യനെ ചന്ദ്രനെ സൃഷ്ടിച്ചവൻ. അതെ, ആകാശത്തേക്ക് നോക്കുമ്പോൾ അതെ ഇത്ര വലിയ വെളിച്ചം പകൽ മുഴുവൻ പ്രകാശിക്കുവാൻ വലിയ വെളിച്ചത്തെയും രാത്രി പ്രകാശിക്കാൻ ചെറിയ വെളിച്ചത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം അവൻ പറയുന്നു ഈ ഭക്ഷണം എല്ലാവർക്കും വിളമ്പി കൊടുക്കുവാൻ. അങ്ങനെ അവിടെ കൂടിയിരുന്ന 5000 പേർക്കും ഈ ഭക്ഷണം കൊടുത്തിട്ട് ബാക്കി വന്ന കഷ്ണം യേശു തന്നെ പറയുന്നു അത് കളയണ്ട, എല്ലാം ശേഖരിക്കുവിനെന്ന്. അത് അവിടെ ശേഖരിക്കുന്ന ഒരു രംഗം രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ മിച്ചം വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറച്ചെടുത്തു എന്നാണ് വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകാശത്തെ ഇത്ര മനോഹരമായി സൃഷ്ടിച്ച ദൈവത്തിന്, സൂര്യനിൽ നിന്ന് നമുക്ക് ആവശ്യമായ വെളിച്ചം തരുന്ന ദൈവത്തിന് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ട് 12 കുട്ട നിറച്ച് ബാക്കി വന്ന കഷ്ണങ്ങൾ ശേഖരിക്കുവാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് ആർക്കും വിചാരിക്കേണ്ട കാര്യമില്ല, സംശയം തോന്നേണ്ട കാര്യമില്ല. സർവശക്തനായ ദൈവം, സർവത്തിനും മേലെ ദൈവമായവൻ, സർവത്തിന്റെ അഖിലാണ്ടത്തിന്റെ ഉടയനായവൻ, അവനാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അവനാണല്ലോ സകലവും നിർമ്മിച്ചവൻ, അവനാണല്ലോ സകലത്തെയും പേര് ചൊല്ലി വിളിക്കുന്നവൻ. ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്! അതെ, കോടാനുകോടി അനന്തകോടി നക്ഷത്രങ്ങളുള്ള ആകാശത്തിലേക്ക് നോക്കി പേര് ചൊല്ലി നക്ഷത്രങ്ങളെ വിളിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ്. അതെ, അവനാണ് നമ്മുടെ സൃഷ്ടാവ്, അവനാണ് നമ്മുടെ രക്ഷിതാവ്, അവനാണ് നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നവൻ. അതെ, അവൻ തന്നെയാണ് ഭൂമിയിൽ ആദ്യമായി മനുഷ്യനെ സൃഷ്ടിച്ചവൻ. അവന് ശ്വാസവും ജീവനും നൽകുന്നവൻ. അവൻ ആവശ്യമായ സകലവും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതിന് ശേഷം മാത്രമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ മനുഷ്യനാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ, അവനാണ് പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയ തേജസ്സിനെ വീണ്ടും തിരിച്ചു കൊടുക്കുവാൻ വേണ്ടി ആ ദൈവമായിരുന്നവൻ പാപമോചകനായി ഈ ലോകത്തിലേക്ക് പാപികളെ തേടി വന്നു. ആ രക്ഷകന്റെ നാമമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു എന്ന നാമം എല്ലാ നാമത്തിലും മേലായ നാമമാണ്. എല്ലാ മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങും, എല്ലാ നാവും ഏറ്റുപാറിയും യേശു രക്ഷകൻ, യേശു രക്ഷകൻ, യേശു രക്ഷകൻ എന്ന്. അതെ, ഇത്ര ഉന്നതമായ നാമം വഹിക്കുന്ന ആ രക്ഷകൻ തന്നെയാണ് നാളെ നമ്മുടെ മരണത്തിന് ശേഷം നമുക്കൊരു ന്യായവിധി ഉണ്ട് എന്നുള്ള ആ സത്യം നിങ്ങൾ ആരും മറന്നു പോകരുത്. ഈ ലോകത്തിൽ ചെറിയ സമയമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നമ്മുടെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. നമ്മുടെ ആത്മാവ് ഇതുകൊണ്ട് നശിക്കുന്നില്ല. ഒരിക്കലും നശിക്കാത്ത ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നിവേശിപ്പിച്ച ദൈവം, അതെ, ആ ആത്മാവിന്റെ നിത്യത സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ വസിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ ചില കൽപ്പനകളെ മനുഷ്യനെ ഏൽപ്പിച്ചു. നിങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ, ഇങ്ങനെ നടന്നാൽ, ഇങ്ങനെ ജീവിച്ചാൽ നിങ്ങൾ സ്വർഗത്തിലെത്തും. മദ്യപാന്മാരും മയക്കുമരുന്നിന് അടിമകളായി ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരാരും സ്വർഗരാജ്യത്തിൽ എത്തുകയില്ല എന്നുള്ള ഈ രക്ഷാ സന്ദേശം ദേശത്തോട് അറിയിക്കുമ്പോൾ ഇത് ആരും കളിയാക്കി തോന്നരുത്. ഈ ലോകത്തിൽ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ പദ്ധതികളിൽ ഒന്നായിരുന്നു ദൈവത്തെ ആരാധിക്കുന്ന സമൂഹത്തെ കണ്ട് സന്തോഷിക്കുക എന്നുള്ളത്. എന്നാൽ ഈ ലോകത്തിൽ ആർക്ക് നേരമുണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ? ദൈവം പറയുന്ന കേൾക്കുവാൻ ആർക്ക് നേരമുണ്ട്? ദൈവം എന്ന വ്യക്തിയെ നമുക്ക് എന്തിനു വേണം എന്നെല്ലാം ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. എന്നാൽ ഒരു സത്യം മനസ്സിലാക്കണം, ഇന്ന് നീ മരിച്ചാൽ നമ്മുടെ ആത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ നിവേശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മാവിനെ നമ്മളിൽ നിവേശിപ്പിച്ച ദൈവം ഇന്ന് നിന്റെ ആത്മാവിനെ തിരിച്ചിങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചാൽ നിന്റെ നിത്യത എവിടെയായിരിക്കും? അത് നിത്യ നരകത്തിലെ തീ കെടുന്നില്ല, അവിടത്തെ പുഴു ചാകുന്നില്ല എന്ന് വിശുദ്ധ തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ 36 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂട് വന്നാൽ ഉടൻ തന്നെ നമ്മൾ എയർ കണ്ടീഷൻ വാങ്ങിക്കുന്നു, കൂളർ വാങ്ങിക്കുന്നു, ഫ്രിഡ്ജ് വാങ്ങിച്ച് തണുത്ത വെള്ളം കുടിക്കുന്നു. അങ്ങനെ നമ്മുടെ ചൂടിൽ നിന്ന് മോചനം നേടുവാൻ വേണ്ടി മനുഷ്യൻ പലതിനെയും അഭയം പ്രാപിക്കുന്നു. എന്നാൽ നരകത്തിലെ തീ കെടുന്നില്ല, അവിടത്തെ പുഴു ചാകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതല്ല. സത്യവേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചന സത്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ആരും നരകത്തിൽ പോകാതിരിക്കുന്നതിന് വേണ്ടി, എല്ലാവരും സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുന്നതിന് വേണ്ടി
നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മളെ രക്ഷകനായി ഭൂമിയിലേക്ക് വന്നത്, കാൽവരി കുരിശിൽ യാഗമായി തീർന്നത്, അതെ നമ്മുടെ പാപത്തിൽ നിന്നും നമ്മളെ ശാപത്തിൽ നിന്നും നമ്മളെ മോചിപ്പിച്ച് സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ വസിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ മനുഷ്യൻ ഇന്ന് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവം മകനെ മകളെ എന്ന് പറഞ്ഞു